അസമിൽ ഭരണത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കി. അത് പുറത്തിറക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ട് ഇവിടെ സന്നിഹിതയായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ അസമിലെ ഗോത്രവർഗക്കാരുടെയും മറ്റു വംശീയ വിഭാഗങ്ങളുടെയും അവകാശങ്ങളെ ഹനിക്കാതെ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും. ലവ് ജിഹാദിനും ലാൻഡ് ജിഹാദിനുമെതിരെ കർശനമായ നിയമനിർമ്മാണവും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള 1950 നിയമം നടപ്പിലാക്കാൻ അസമിലെ ജില്ലാ കമ്മീഷണർമാരെയും ഞങ്ങൾ അധികാരപ്പെടുത്തും. അതുവഴി ഒരു ജില്ലാ കളക്ടർക്കോ ജില്ലാ മജിസ്ട്രേറ്റിനോ ഒരു വിദേശിയെ 24 മണിക്കൂറിനുള്ളിൽ പുറത്താക്കാൻ അധികാരമുണ്ടാകും. ഞങ്ങളുടെ വനഭൂമിയിലും ഞങ്ങളുടെ ഭൂമിയിലുമുള്ള അനധികൃത കയ്യേറ്റക്കാർക്കെതിരെ ഞങ്ങൾ പൂർണ്ണമായ നിയമയുദ്ധം നടത്തുകയും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് ഒരിഞ്ച് ഭൂമി പോലും വിടാതെ സുരക്ഷിതമാക്കുകയും ചെയ്യും. ഞങ്ങൾ 2 ലക്ഷം സർക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സ്ത്രീകൾക്ക് നൽകുന്ന പ്രതിമാസ സഹായം 1500-ൽ നിന്ന് ഘട്ടം ഘട്ടമായി 3000-ആയി ഉയർത്തുമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാവങ്ങളിൽ പാവപ്പെട്ടവരായ 15 ലക്ഷം പേർക്ക് വീടുകൾ നിർമ്മിച്ച് ഞങ്ങൾ അഭയം നൽകും. ഞങ്ങളുടെ തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് ഞങ്ങൾ ഭൂമിയുടെ അവകാശവും നൽകും. ഞങ്ങൾ അവരുടെ ദിവസക്കൂലി ഇപ്പോഴുള്ളതിൽ നിന്ന് ഘട്ടം ഘട്ടമായി 80-ൽ നിന്നും 500-ലേക്ക് ഉയർത്തും. കൂടാതെ ഞങ്ങളുടെ 40 ലക്ഷം വനിതാ സ്വയം സഹായ സംഘാംഗങ്ങളെ 5 വർഷത്തിനുള്ളിൽ ലക്ഷ്പതി ദീദി ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു ജില്ലയ്ക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ്, ഒരു ജില്ലയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി എന്ന പുതിയ ആശയവും ഞങ്ങൾ നടപ്പിലാക്കും. റോഡ്, ഉൾനാടൻ ജലഗതാഗതം, വ്യോമയാനം, റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഞങ്ങൾ 5 ലക്ഷം കോടി രൂപയും ചെലവഴിക്കും. ചുരുക്കത്തിൽ, അസമിനെ ആശ്രിത സംസ്ഥാനമായി നിലനിർത്തുന്നതിന് പകരം ഇന്ത്യയുടെ വളർച്ചാപാതയിൽ സംഭാവന നൽകുന്ന ഒരു സംസ്ഥാനമാക്കി ഞങ്ങൾ മാറ്റും. ഇത് BJPയുടെ പ്രകടന പത്രികയായിരുന്നു. കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയത് സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഏതൊക്കെ 5 ഗ്യാരണ്ടികൾ? ഒന്നാമത്തെ ഗ്യാരണ്ടി, ഓരോ സ്ത്രീയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു നിബന്ധനയുമില്ലാതെ പ്രതിമാസ പണ കൈമാറ്റമാണ്. അൺകണ്ടീഷണൽ മന്ത്ലി ക്യാഷ് ട്രാൻസ്ഫർ. ഇതിനു പുറമെ ബിസിനസ് തുടങ്ങുന്നതിനോ വികസിപ്പിക്കുന്നതിനോ വേണ്ടി 50,000 രൂപ ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകും. രണ്ടാമത്തെ ഗ്യാരണ്ടി, ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ഹെൽത്ത് കവറിന്റെ ഗ്യാരണ്ടി ഞങ്ങൾ നൽകും. മൂന്നാമത്തെ ഞങ്ങളുടെ ഗ്യാരണ്ടി, പ്രശസ്ത ഗായകൻ സ്വർഗീയ സുബീൻ ബറുഡ കേസിൽ 100 ദിവസത്തിനുള്ളിൽ നീതി ലഭ്യമാക്കും. ഞങ്ങൾ അവർക്ക് നീതി ലഭ്യമാക്കും. കൂടാതെ ഞങ്ങളുടെ 4ാമത്തെ ഗ്യാരണ്ടി ഇതാണ്. ഭൂമിപുത്രന്മാരായ 10 ലക്ഷം കിലോജനീയർക്ക്, ആ 10 ലക്ഷം ഭൂമിപുത്രന്മാർക്ക് വാർഷിക പട്ടയം നൽകുന്നതിന് പകരം ഞങ്ങൾ സ്ഥിരം പട്ടയം നൽകും. അവരുടെ ജീവിതത്തിനായി അവർ വീണ്ടും വീണ്ടും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരരുത്. വീണ്ടും ഓരോരുത്തരുടെയും കാലുപിടിക്കേണ്ടി വരരുത്. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി വഴക്കിടേണ്ടി വരരുത്. ഞങ്ങൾ വന്നാൽ പട്ടയം എല്ലാവർക്കും നൽകും. ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് ഇനി ഓരോ മാസവും
1250 രൂപ കോൺഗ്രസ് സർക്കാർ നൽകും. എത്ര? 1250 രൂപ. ഇത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. എത്ര പ്രായമായവരുണ്ടെങ്കിലും. പിന്നെ ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ ബോർഡർ റീജിയൻ എന്താണ്? യുവാക്കൾ, കർഷകർ, ചെറുകിട സംരംഭകർ, തേയിലത്തോട്ടങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകൾ എന്നിവരോടൊപ്പം എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി, കർഷകന് വേണ്ടി, സ്ത്രീക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസ് പാർട്ടി പറയുന്നത് വരുന്ന 2-4 ദിവസത്തിനുള്ളിൽ, അതായത് ഏപ്രിൽ 7 തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നതിന് മുൻപായി അവർ മറ്റ് ചില വാഗ്ദാനങ്ങൾ കൂടി നൽകുമെന്നാണ്.